ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളൊക്കെ ഞങ്ങൾ മാൽഡീവ്സിൽ ഹണിമൂൺ പാക്കേജിൽ പോയതിൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ടിട്ട് എൻ്റെ അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുകയായിരിക്കുമില്ലേ? അതുകൊണ്ട് വേഗം തന്നെ മാൽഡീവ്സിൻ്റെ ബാക്കി വിവരങ്ങളൊക്കെ പറയാം. ഞാൻ ഒരുപാട് പേരോട് മാൽഡീവ്സിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. അവരെല്ലാവരും ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞിട്ടുണ്ട് മാൽഡീവ്സ് അതിമനോഹരമായ ബീച്ചസ് കൊണ്ട് അനുഗ്രഹീതമായ ഐലൻഡ്സ് ആണെന്ന്. പക്ഷേ അവരുടെയൊക്കെ അഭിപ്രായത്തിൽ നിന്ന് ഞാൻ ധരിച്ചിരുന്നത് ബീച്ചസ് മാത്രമേ ഉള്ളൂ അവിടെയെന്നാണ്. 4 ദിവസം ബീച്ചിൽ തന്നെ കിടന്നാൽ മടുത്തു പോകുമല്ലോ എന്ന് വിചാരിച്ച് മാൽഡീവ്സ് ട്രിപ്പൊക്കെ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു ഇത്രയും നാളായിട്ട്. കൂടാതെ അവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിങ് വളരെ കൂടുതലാണ്. നമ്മൾ ഇവിടെ 20 രൂപയ്ക്ക് വാങ്ങുന്ന വെള്ളത്തിന് $5 കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 400 രൂപ കൊടുക്കണം. അതുകൊണ്ട് ഞങ്ങളുടെ ടൂർ പോസ്റ്റ്പോണ്ട് ചെയ്തിരിക്കുകയായിരുന്നു. എനിവേ, ഓൾ ഇൻക്ലൂസീവ് 3 nights 4 days മാൽഡീവ്സ് പാക്കേജ് കണ്ടപ്പോൾ ഞങ്ങൾ ചാടി വീണു. നിങ്ങൾ മാൽഡീവ്സിൽ പോവുകയാണെങ്കിൽ ഓൾ ഇൻക്ലൂസീവ് പാക്കേജ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ $US ട്രാൻസാക്ഷൻസ് ഒക്കെ. എനിവേ, ഞങ്ങൾ അങ്ങനെ ഹണിമൂൺ പാക്കേജിൽ മാൽഡീവ്സിലേക്ക് പറന്നു. എയർപോർട്ടിൽ നമ്മുടെ നെയിം കാർഡും പിടിച്ചുകൊണ്ട് ചഡാസ്കയുടെ ഏജൻറ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ആദ്യത്തെ 2 ദിവസം മാഫുഷി ഐലൻഡിലായിരുന്നു താമസം. അങ്ങോട്ടുള്ള സ്പീഡ് ബോട്ടിന് 1 മണിക്കൂർ വെയിറ്റ് ഉണ്ടായിരുന്നതിനാൽ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. നമ്മുടെ നാട്ടിലെ പോലത്തെ തന്നെ കാലാവസ്ഥയാണ് ഇവിടെയും. നല്ല ചൂടും ഹ്യൂമിഡും ആയിരുന്നതിനാൽ ഒരു ബോട്ടിൽ വെള്ളം വാങ്ങി. പറഞ്ഞത് ശരിയാണ്, $5 കൊടുത്തു കേട്ടോ. ആ $5 പിന്നെ ടിപ്പ് കൊടുക്കാനുള്ളത് മാത്രമേ ചിലവായുള്ളൂ ഇവിടെ വന്നിട്ട്. അങ്ങനെ ഒരു സ്പീഡ് ബോട്ടിൽ മാഫുഷി ഐലൻഡിലേക്ക് തിരിച്ചു. എനിവേ, ഇവിടെ എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിയുമ്പം തന്നെ നമ്മൾ സ്പീഡ് ബോട്ടിലേക്ക് കയറാൻ വരുന്ന ആ ഡോക്ക് ഏരിയ ഉണ്ടല്ലോ, എന്നാ രസമാണെന്നറിയാവോ. നല്ല ഇളം പച്ച നിറമുള്ള വെള്ളവും നീല ആകാശവും വെള്ള ബോട്ടുകളും ഒക്കെ ആയിട്ട് അതീവ സുന്ദരം തന്നെയായിരുന്നു. ഇത് കണ്ടിട്ട് നിങ്ങൾ എന്ത് പറയുന്നു? എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതങ്ങോട്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനെ എത്രയും വേഗം ഒന്ന് മാഫുഷിയിലൊന്ന് ചെന്ന് കഴിഞ്ഞിട്ട് ഈ വെള്ളത്തിലൊന്ന് ചാടാനായിട്ട് അങ്ങ് ധൃതിയായിപ്പോയെന്നുള്ളതാണ്. ശരിക്കും നമുക്ക് അതുപോലെ ഒരു ജിജ്ഞാസ ഉണർത്തുന്ന ഒരു സീനായിരുന്നു ഇത് കേട്ടോ. ഏകദേശം 45 മിനിറ്റ് സ്പീഡ് ബോട്ടിൽ യാത്ര ചെയ്തതിന് ശേഷമാണ് മാഫുഷി ഐലൻഡിലെത്തിയത്. അങ്ങനെ നമ്മൾ ഉൾക്കടലിലോട്ട് വന്നപ്പോഴത്തേന് കടലിൻ്റെ നിറമൊക്കെ അങ്ങ് മാറി കണ്ടോ. ഗ്രീനിഷ് ബ്ലൂ കളറിൽ നിന്ന് കണ്ടോ, നല്ല ഡീപ്പ് ബ്ലൂ കളറായി. കാരണം ഇവിടെ നല്ല ആഴ്ച ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ പോരുന്ന വഴിക്കൊക്കെ ഞങ്ങൾ കുറേ ഷിപ്പുകളും സ്പീഡ് ബോട്ടുകളും അങ്ങനെയുള്ളതെല്ലാം കണ്ടു. അതുപോലെ കടലിലെ വിവിധ നിറങ്ങളെയെല്ലാം നോക്കിയും മറ്റ് ഐലൻഡുകളെയെല്ലാം നോക്കി അങ്ങനെ ഇരുന്നപ്പോൾ 45 മിനിറ്റ് പോയതേ അറിഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ മാഫുഷിയിലെത്തി. അവിടെയും നമ്മളെയും കാത്ത് ഏജൻറ് ഇരിപ്പുണ്ടായിരുന്നു. മാഫുഷി പറയാതിരിക്കാൻ പറ്റത്തില്ല, അതിമനോഹരമായിട്ടുള്ളൊരു ഐലൻഡാണ്. മാൽഡീവ്സിലെ ഏറ്റവും നല്ല ബീച്ചസിൽ 5ാം സ്ഥാനത്തുള്ളതാണ് ഈ മാഫുഷി ഐലൻഡ്. നോക്കിക്കേ, ഈ വെള്ളത്തിൻ്റെ കളർ കണ്ടോ. എന്നാ ഒരു ഗ്രീനിഷ് കളറാണെന്ന്. ഇതിനകത്തൊന്നും ഇങ്ങോട്ട് കണ്ണെടുക്കാനായിട്ടേ തോന്നുന്നില്ല കേട്ടോ, അത്രയ്ക്കും ഭംഗിയായിട്ടിരിക്കുന്നു. ഞങ്ങളുടെ അക്കോമഡേഷൻ ഐക്കോം ഹോട്ടലിലായിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ഹോട്ടൽ. ഉച്ചസമയമായതിനാൽ ലഞ്ച് കിട്ടി. വളരെ ലാവിഷായിട്ടുള്ള ലഞ്ച് തന്നെയായിരുന്നു. ഞങ്ങൾ റൂമിൽ ചെന്ന് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് ഒരു 4:30 ആയപ്പോഴേക്കും ഫിഷിങ്ങിന് പോയി. ഏകദേശം ഒരു 20 മിനിറ്റിൽ സ്പീഡ് ബോട്ടിൽ സഞ്ചരിച്ച് നടുക്കടലിൽ ബോട്ട് നങ്കൂരമിട്ടു. ഏകദേശം 10-12 പേരുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ ബോട്ടിൽ മീൻ പിടിക്കാൻ പോകാൻ. ഇവിടുത്തെ ചൂണ്ട നല്ല രസമായിരുന്നു കേട്ടോ. ചൂണ്ട കോലൊന്നും അല്ല, ചൂണ്ട റിങ്ങാണ്. അതോ വലിയ ഒരു ചൂണ്ടയും പിന്നെ സാമാന്യം വലിയ മീൻ കഷ്ണങ്ങളാണ് ആ ചൂണ്ടയിൽ കോർത്തത്. എന്നിട്ട് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ റിങ് തന്നു. എല്ലാവരും ചൂണ്ട ഇട്ടുകൊണ്ടിരുന്നു. 8 മീനെ കിട്ടി. ഞങ്ങൾക്ക് മാത്രം മീനെ ഒന്നും കിട്ടിയില്ല. സാമാന്യം ഒരു ഇടത്തരം കരിമീൻ വലിപ്പമുള്ള 8 മീനുകളെയാണ് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ബോട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് സൺസെറ്റ് ആകുന്നിടം വരെ ഫിഷിങ് ചെയ്തുകൊണ്ടേ ഇരുന്നു. എന്നിട്ട് 7 മണിയോടുകൂടി മടങ്ങി. സൺസെറ്റ് കാണാൻ അതീവ ഭംഗിയായിരുന്നു കേട്ടോ. ക്ലിയർ സ്കൈ ആയിരുന്നതിനാലുണ്ടല്ലോ, ഭയങ്കര സുന്ദരമായിരുന്നു. പറയാൻ നടുക്കടലിൽ ബോട്ടിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് ആ സൂര്യൻ അങ്ങ് അസ്തമിച്ചത്. എനിക്ക് ഈ സൂര്യാസ്തമയം കാണാൻ ഇഷ്ടമാണെങ്കിലും സൂര്യൻ അസ്തമിച്ച് കഴിയുമ്പോൾ ഏതോ ഒരു മൗനം അങ്ങായിപ്പോയി. ഒരു ചെറിയൊരു വിഷമം തോന്നും. അയ്യോ, ഇനിയിപ്പം നേരം വെളുക്കുന്നിടം വരെ ഇരുട്ടാണല്ലോ എന്നുള്ളൊരു ഏതോ ഒരു അജ്ഞാതമായിട്ടുള്ളൊരു വിഷാദം വരും. പക്ഷേ എനിവേ, ആ സന്ധ്യയുടെ ആ കളർ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഞങ്ങൾ ഈ പിടിച്ച മീനെയൊക്കെ ഉണ്ടല്ലോ, അവർ ഡിന്നറിന് ഞങ്ങൾക്ക് പൊരിച്ചു തന്നു. ഞങ്ങൾ പിടിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് വേറെ മീന് ഞങ്ങൾക്ക് ബാർബിക്യൂ ചെയ്ത് തന്നെന്ന്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സ്ട്രീറ്റ് എല്ലാം ഇലുമിനേറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ. നോക്കി എന്തോ ഒരു ഭംഗിയാണെന്ന് നോക്കിക്കേ.
ശരിക്കും ആ വയലറ്റ് കളറും റെഡ് കളറും എല്ലാം കൂടി ആയിട്ട് ആ തെങ്ങിനും അവിടുത്തെ ചെടികൾക്കും ഒക്കെ നല്ലൊരു കളറ്. അങ്ങനെ രാത്രിയിൽ പോലും ഈ വഴിയെ ഇറങ്ങി നടന്നാൽ നയനാനന്ദകരമായ കാഴ്ചകൾ മാത്രം. അതുപോലെ തന്നെ ഈ ഹോട്ടലിന് മുമ്പിൽ കാവോ പക്ഷികളെ ചങ്ങലയിൽ ബന്ധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവറ്റകൾ അവിടെ തന്നെ ഇരുന്നു ഇടയ്ക്കിടയ്ക്ക് ശബ്ദമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഇവിടെ ബീച്ച്, നമുക്ക് ഇറങ്ങാവുന്ന ബീച്ചിലെത്താൻ ഒരു 150 മീറ്റർ നടക്കണമായിരുന്നു. ഞങ്ങൾ ഉച്ചയായപ്പോഴത്തേന് വന്നുകൊണ്ട് പിന്നെ ഭയങ്കര വെയിലും ഒക്കെ കാരണം ബീച്ച് പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെച്ചു. കാരണം 2 നൈറ്റ് ഈ മാഫൂഷിയിൽ ഉണ്ടായിരുന്നത് കൊണ്ട്. പിന്നെ ദേ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടോ, നോ ബിക്കിനി. ഈ ബീച്ചിൽ ബിക്കിനി ഇട്ടിട്ട് ഇറങ്ങാൻ പാടില്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ദേ ഒന്ന് നോക്കിക്കേ, ഞങ്ങളുടെ റൂമിലെ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് നോക്കിയാൽ കാണുന്ന ഭംഗിയാണ്. ഹോ, ഇത് കണ്ടാൽ ഇതിനകത്തുനിന്ന് കണ്ണെങ്ങനെ പറിക്കാൻ തോന്നും. ഓ എൻ്റെ അമ്മോ, കണ്ണെടുക്കാനേ തോന്നുന്നില്ല കേട്ടോ. ആ വെള്ളവും അതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ഓടുന്ന സ്പീഡ് ബോട്ടുകളും പിന്നെ അങ്ങ് ദൂരെ ഒരു ചെറിയൊരു ബോട്ട് അങ്ങ് നങ്കൂരം അടിച്ച് കിടപ്പുണ്ട്. അതുപോലെ തന്നെ അവിടെ ഇതിൻ്റെ കരയിൽ നിൽക്കുന്ന കുറച്ച് തെങ്ങുകളും കുറച്ച് വൃക്ഷങ്ങളും എല്ലാം കൂടെ ആയിട്ട് അപാര ഭംഗി തന്നെ കേട്ടോ. നമ്മൾ ഈ പോസ്റ്റ് കാർഡിലൊക്കെ കാണുന്ന ഭംഗി നമുക്കിവിടെ നിന്ന് നോക്കിയാൽ കാണാവുന്നതാണ്. ഞാൻ പിന്നെ രാവിലെ എന്തോ എടുത്തെന്നറിയാമോ, രാവിലെ സൂര്യൻ ഉദിച്ച് വരുമ്പോഴേത്തിന് തന്നെ ഞാൻ ഞങ്ങളുടെ ബാൽക്കണിയിൽ കയറി നിന്നുകൊണ്ട് നോക്കിയിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ടേയിരുന്നു. അങ്ങോട്ട് ഇച്ചിരി വെട്ടം വരുമ്പോൾ എങ്ങനെയുണ്ട്, സൂര്യൻ നല്ലപോലെ ഉദിച്ച് വരുമ്പോൾ എങ്ങനെയുണ്ട് എന്നെല്ലാം നോക്കിയിരുന്നു കഴിഞ്ഞേച്ച് ഞാൻ പയ്യെ ഒരു മോർണിംഗ് വാക്കിന് ബീച്ചിനെ ലക്ഷ്യമാക്കി നടന്നു. രാവിലെ ഇളം തണുപ്പിൽ ഇതുവഴി നടക്കാൻ നല്ല സുഖമായിരുന്നു. അതുപോലെ തന്നെ തെങ്ങിൻ ഓലകളിൽ സൂര്യകിരണങ്ങൾ പതിച്ചപ്പോഴത്തെ ആ സ്വർണ്ണ നിറവുമൊക്കെ വാവ്, മാസ്മരീകം. നിങ്ങൾ തന്നെ നോക്കിയെന്നാൽ കുറച്ചൊക്കെ മനസ്സിലാകും കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ക്യാമറയിലൊന്നും ഇതിൻ്റെ ഒന്നും ബ്യൂട്ടി ഒന്നും മുഴുവൻ പകർത്താൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ വിതിൻ ഒരു 5 മിനിറ്റ്സ് നടന്നപ്പോഴേക്കും ദേ മാഫൂഷി ബീച്ചിലെത്തി. എൻ്റെ പൊന്നെ, എന്തോ ഒരു ഭംഗി, നിങ്ങൾ തന്നെ നോക്കിക്കോ. എൻ്റെ മോർണിംഗ് വാക്ക് ഈ ബീച്ചിൻ്റെ ഓരത്തൂടെ വെള്ളത്തിൽ തൊട്ടു തൊട്ടില്ല എന്ന കണക്കിന് നടന്നു. ഇവിടുത്തെ മണൽ ശരിക്കും പഞ്ചസാര മണൽ തന്നെയാണ്. അതുപോലെ നല്ല ക്ലീൻ മണൽ. അതുപോലെ തന്നെ ഈ ബീച്ചിൽ ആ കാണുന്ന വൃക്ഷവും പച്ചപ്പും ഒക്കെ കണ്ടപ്പോൾ ഒന്ന് ചാടാൻ പോലും തോന്നിപ്പോയെന്നുള്ളതാണ്. ഞാൻ കുറേ നേരം അവിടെ ഇരുന്ന് കേട്ടോ. അതിലൂടെ ഇറങ്ങി കടലിനകത്ത് ഇറങ്ങി കുറച്ച് വെള്ളമൊക്കെ തെറിപ്പിച്ചു. എനിക്ക് ചെയ്യാവുന്നതെല്ലാം ഞാൻ ചെയ്തു. അതിനുശേഷം വൈകുന്നേരം ഞങ്ങൾ 2 പേരും കൂടി വീണ്ടും ബീച്ചിൽ വന്നു. മണ്ണുകൊണ്ട് ഞങ്ങൾ ക്യാസലുണ്ടാക്കി സൺസെറ്റും ഒക്കെ കണ്ടിട്ടാണ് മടങ്ങിയത്. പിന്നെ പറയാൻ മറന്നുപോയി, സെക്കൻഡ് ഡേ രാവിലെ 9 മണിക്ക് തന്നെ ഞങ്ങളെ സ്നോർക്ലിങ്ങിന് കൊണ്ടുപോയി. ഈ സ്നോർക്ലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൂക്കും കണ്ണും ടൈറ്റായിട്ട് ഒരു മാസ്ക് വയ്ക്കും. എന്നിട്ട് വായിൽ ഒരു ട്യൂബിൻ്റെ അറ്റം കടിച്ചു പിടിക്കണം. എന്നിട്ട് മുഖം വെള്ളത്തിലോട്ട് താഴ്ത്തിയിട്ട് വെള്ളത്തിലോട്ട് നോക്കുമ്പോൾ പല കളറിലുള്ള മത്സ്യങ്ങളെ കാണാം. വായിൽ വെച്ചിരിക്കുന്ന ട്യൂബ് വഴി വേണം നമ്മൾ ശ്വാസം എടുക്കാൻ. ആ ട്യൂബ് വെള്ളത്തിന് മുകളിൽ നിൽക്കുന്നതിനാൽ നമുക്ക് ശ്വാസം എടുക്കുമ്പോഴൊന്നും ഒരു ബുദ്ധിമുട്ടും തോന്നത്തില്ല കേട്ടോ. നമ്മൾ ലൈഫ് ജാക്കറ്റ് ഇട്ടിരിക്കുന്നതിനാൽ വെള്ളത്തിലൊക്കെ പൊങ്ങിക്കിടക്കുകയൊക്കെ ചെയ്യും. എന്നിരുന്നാലും നമുക്കൊരു ഇച്ചിരി പ്രാക്ടീസൊക്കെ ഉണ്ടെങ്കിലേ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എൻ്റെ അമ്മോ, എന്നാ രസമായിരുന്നെന്നറിയാമോ, ഈ മീനുകളുടെ എല്ലാം ഇടയിൽ കൂടെ നമ്മളും അവരോടൊപ്പം നീന്തിയെന്നേ. വാവ്, ഇതൊക്കെയാണ് ഒരു എക്സ്പീരിയൻസ്. ഞങ്ങളുടെ കൂടെ ഒരു ഹണിമൂൺ കപ്പിൾസും ഉണ്ടായിരുന്നു. വളരെ ലവിങ് ആയിട്ടുള്ള രജിത്തും ഗൗരിയും. നല്ല കമ്പനിയായിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങളുടെ കൂടെ തന്നെ നിന്നവർ കേട്ടോ. അവർ 2 പേരും കൂടി നല്ലവണ്ണം എൻജോയ് ചെയ്തു. ശരിക്കും അവർ 2 കൂടെ തന്നെ അങ്ങ് നീന്തിയൊക്കെ പോയി കണ്ടപ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നി. കടലിൽ നിറയെ ബോട്ടുകൾ ഇങ്ങനെ കിടപ്പുണ്ട്. ആളുകളെ എല്ലാം സ്നോർക്ലിംഗ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. കടലിനകത്തെല്ലാം ആളുകൾ ഇങ്ങനെ പൊങ്ങി 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 കിടക്കുന്നത് കാണാം. പിന്നെ ബോട്ട് കുറേ ദൂരം കൂടെ ചെന്നിട്ട് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി നങ്കൂരം ഇട്ടു. എന്നിട്ട് പവിഴപ്പുറ്റുകളെയൊക്കെ കാണിച്ചു തന്നു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിക്ക് കിട്ടിയ പവിഴപ്പുറ്റാണിത്. കാരണം നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതൊന്നുമില്ലാതെ നമ്മൾ ബോട്ടിലിരുന്നു കൊണ്ട് തന്നെ കടലിലോട്ട് നോക്കുമ്പോൾ എൻ്റെ ദൈവമേ, എന്തോരം മീനുകളാണെന്നറിയാമോ. ഇത്രയും മീനുകൾ എങ്ങനെ ഇങ്ങനെ വരുന്നെന്ന് എനിക്ക് തോന്നുന്നത്. എന്തോ പറയാൻ, ഇനിയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ വീഡിയോ നീണ്ടു പോയതിനാൽ ഞാൻ ഇവിടെ നിർത്തുകയാണ്. വേറൊരു വീഡിയോയിൽ കൂടി ഞാൻ ബാക്കി കാര്യങ്ങളും കൂടെ കാണിച്ചു തരാം. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ മാൽഡീവ്സിനെ നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തോളൂ. നിങ്ങൾ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യേണ്ടി വരുമല്ലോ കേട്ടോ. ഞാൻ എല്ലാം വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ ഒരു മനസ്സുണ്ടെങ്കിൽ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ഗുൽഹി ഐലൻഡിലെ വിശേഷങ്ങൾക്കായി കാത്തിരിക്കൂ.